കുട്ടികളിലെ പഠന വൈകല്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ പരിഹാരം കാണാം എന്ന് ഗവേഷണം നടത്തിയ ഒരു മലയാളിയുണ്ട് നമുക്കൊപ്പം. അദ്ദേഹത്തിന് ആ ഗവേഷണത്തിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയിൽ നിന്ന് ഗോൾഡ് മെഡലും ലഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച്, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ആ മൂമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, ഇന്നലെ കഴിഞ്ഞതാണ്. ഒരു സ്വപ്നം പോലെ തന്നെ തോന്നുന്നു. രാവിലെ നമ്മളവിടെ പോകുന്നു, ഖത്തർ അമീറിൽ നിന്ന് ആ സമ്മാനം വാങ്ങുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ഇപ്പോഴും ഓർക്കുമ്പോൾ വീണ്ടും എന്താ പറയുക, നമ്മുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം PhD സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിലോ അല്ലെങ്കിൽ PhD 2 വർഷം കഴിഞ്ഞ അവസരത്തിലോ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ അമീറിൻ്റെ ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ലിസ്റ്റ് ഓഫ് ഗ്രാജുവേറ്റ്സിൽ ഞാൻ പെടുമെന്നും. അതുപോലെ തന്നെ ആ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി വന്നതും വളരെ സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്. ശരിക്കും എന്തായിരുന്നു ജയകാന്തിൻ്റെ ഒരു റിസർച്ച്? എന്തിലായിരുന്നു എൻ്റെ റിസർച്ച് എക്സാക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളിലെ പഠന വൈകല്യം എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാമെന്നും ആ ഡയഗ്നോസ് ചെയ്യുന്ന പഠന വൈകല്യത്തെ എന്ത് കാരണം കൊണ്ടാണ് അത് കുട്ടികളിൽ ഉണ്ടായതെന്ന് കണ്ടുപിടിക്കുകയും അതിനകത്ത് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ പഠന വൈകല്യത്തെ കുറച്ചുകൊണ്ട് അവരെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് സ്പെസിഫിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ഉണ്ടാക്കുക എന്നായിരുന്നു നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ആ ടൂൾ ഇപ്പോൾ എവിടെ വരെ എത്തി? ആ ടൂൾ ഇപ്പോൾ നമ്മൾ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാർഡ്വെയർ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ പെൻ വിത്ത് മൾട്ടിപ്പിൾ സെൻസേഴ്സാണ് അതിൻ്റെ ഗ്രിപ്പിനകത്തുള്ളത്. അതുപോലെ തന്നെ ഒരു മസിൽ ആം ബാൻഡ്, ഇലക്ട്രോമയോഗ്രഫി മെഷർ ചെയ്യുന്ന ഒരു മസിൽ ആം ബാൻഡ് ഉണ്ട്. സാധാരണ കുട്ടികൾ എഴുതുമ്പോൾ ഈ പെൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ ആ ആം ബാൻഡ് ഫോറാമിൽ വെയർ ചെയ്യുക. ആ എഴുതുന്ന സമയത്ത് കുട്ടിയുടെ മസിൽ ആക്ടിവേഷനും അതുപോലെ തന്നെ ഗ്രിപ്പ് ഫോഴ്സും തുടങ്ങിയ സിഗ്നൽസുകൾ നമ്മുടെ കമ്പ്യൂട്ടർ മെഷർ ചെയ്ത് നമ്മൾ നിർമ്മിച്ച അൽഗോരിതം വെച്ചിട്ട് കുട്ടിക്ക് ഡിസ്ഗ്രാഫി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ തന്നെ ഏത് ലെവലിലുള്ള ഡിസ്ഗ്രാഫിയാണ്, അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ കണ്ടെത്തുന്ന അൽഗോരിതവും ഡിവൈസും ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പാറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ ഓൾറെഡി ഞാനും എൻ്റെ പ്രൊഫസറും കൂടി US പാറ്റൻറ്റിനും ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ നോൺ പ്രൊഫഷണൽ സ്റ്റേജിലാണ് ഉള്ളത്. അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ബാക്കി US പാറ്റൻറ്റ് ഓഫീസാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിന് 1-2 വർഷവും കൂടുതൽ എടുക്കാം. എനിക്ക് മുന്നേ പഴയ റിസർച്ചിലും ഒരു പാറ്റൻറ്റ് ഉണ്ടായിരുന്നു. അതായത് കണ്ണ് കാണാത്തവർക്ക് ഇൻഡോർ നാവിഗേഷന് വേണ്ടിയിട്ടൊരു ഡിവൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാറ്റൻറ്റും ഇപ്പോൾ സ്റ്റിൽ പെൻഡിങ് സ്റ്റേജിലാണ്. കാരണം നോർമലി US പാറ്റൻറ്റ് 5 വർഷം വരെ എടുക്കുക നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് പാറ്റൻ്റാണ് എൻ്റെ റിസർച്ച് കരിയറിൽ. അതോടൊപ്പം തന്നെ ഖത്തർ യൂണിവേഴ്സിറ്റി നടത്തിയ മറ്റു മത്സരങ്ങൾ, അതോടൊപ്പം മൈക്രോസോഫ്റ്റ് അടക്കം നടത്തിയ മത്സരങ്ങളിലൊക്കെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വാങ്ങുന്നത് 2022ലാണ്. 2022 എനിക്ക് ഖത്തർ യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ അവാർഡ് എന്ന് പറയുന്നൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ്റ് കാറ്റഗറിയിൽ. അതിനുശേഷം അതേ വർഷം തന്നെ മൈക്രോസോഫ്റ്റ് നടത്തിയ ഇമാജിൻ കപ്പ് കോമ്പറ്റീഷനിൽ ഞാനും എൻ്റെ സഹപാഠികളും കൂടി മത്സരിച്ചതിൽ ഖത്തർ നാഷണലിൽ റണ്ണറപ്പായിരുന്നു. അതിന് പുറമെ ഖത്തർ യൂണിവേഴ്സിറ്റി റിസർച്ച് ഫോറം നടത്തിയ പോസ്റ്റർ അവാർഡ്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചാലഞ്ച് അവാർഡ്, ഇവയിലും 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഖത്തറിലെ തന്നെ ഒരു സ്ഥാപനമായ ലേണിംഗ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയെ സഹായിക്കുന്ന ഒരു സ്ഥാപനമായ മഡ നടത്തിയ ഒരു കോമ്പറ്റീഷനിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻറ്റും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ PhD കരിയറിൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ മാർക്കുകളും ബാക്കി റിസർച്ചും നോക്കിയാണ് നമ്മുടെ ഈ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളത്. ഒരു 4 വർഷത്തെ മൊത്തമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ശരിക്കും ജയകാന്തിൻ്റെ ഒരു റിസർച്ച് എല്ലാം നോക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ടെക്നോളജിയെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമായി കൂട്ടിയോജിപ്പിക്കുക, സംയോജിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം? ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ ChatGPT പോലുള്ള ആപ്ലിക്കേഷൻസുകൾ വളരെ സുലഭമാണ്. അതുപോലെ ജനറേറ്റീവ് AI ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് ഉപകാരമായ കാര്യങ്ങൾ ചെയ്തുകൂടാ? അതിനു പുറമെ ഞാൻ മുന്നേ എൻ്റെ മാസ്റ്റർ ചെയ്യുന്ന കാലഘട്ടത്തിലും എനിക്ക് AI കുറേയും കൂടി ഫോക്കസ്ഡ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിന് ശേഷം ഞാൻ എത്തിപ്പെട്ടൊരു റിസർച്ച് ടീം എന്ന് പറയുന്നതും
സമൂഹത്തിൽ ഇതുപോലെയുള്ള ഡിസബിലിറ്റീസ് നേരിടുന്നവരെ സഹായിക്കാൻ വേണ്ടി എങ്ങനെ നമ്മൾക്ക് കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്തു കൂടാ എന്ന രീതിയിലുള്ള റിസർച്ച് നടത്തുന്നവരായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ പ്രൊഫസർ എന്ന് പറയുന്നത് പ്രൊഫസർ സുമയ അൽ മജീദാണ്. ഖത്തർ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്, സീനിയർ പ്രൊഫസറാണ്. അപ്പോൾ ആളുടെ റിസർച്ചുകളൊക്കെ ഇതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം കണ്ണ് കാണാത്തവർക്കുള്ള ഒരു ഡിവൈസ് ഉണ്ടാക്കിയത് ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. അതിനുശേഷമാണ് ഇതിനകത്തേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് മുന്നേയൊക്കെ ഒരു സിനിമയിലൊക്കെ പ്രതിപാദിച്ച സംഭവമാണ്, താരെ സമീൻ പർ എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പല പാരൻസും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. കുട്ടി എഴുതാത്തയോ വായിക്കാത്തയോ ബുദ്ധിമുട്ട് ഇവർ പറയും ടീച്ചർ നന്നായി പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് നോളേജിൻ്റെ കുറവുകൊണ്ടാണ്, ഐക്യുവിൻ്റെ കുറവുകൊണ്ടാണ്. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റിയും ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂറോളജിയും സൈക്കോളജിയും പല ബ്രാഞ്ചസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് സ്ക്രീൻ ചെയ്ത് അതിനകത്തുള്ള കാരണം അണ്ടർലൈങ് റീസൺസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക, അവരൊരു 8, 9, 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് നമുക്ക് പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു 95% നമുക്കത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കാനും പറ്റും. അതുപോലെ തന്നെ അത് അവരുടെ സെൽഫ് എസ്റ്റീം തന്നെ ഉയർത്തും. എവിടെയായിരുന്നു ശരിക്കും ജയകാന്തിൻ്റെ പഠനത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം, മാസ്റ്റേഴ്സൊക്കെ എവിടെയായിരുന്നു? ഞാൻ ആദ്യത്തെ LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് ചിന്മയ വിദ്യാലയ കാഞ്ഞങ്ങാടായിരുന്നു, വീടിനടുത്ത് തന്നെയുള്ള. അതിനുശേഷം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് തന്നെയുള്ളായിരുന്നു. അവിടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 10ന് ശേഷം ഞാൻ അവിടെ തന്നെ +1 +2 സയൻസിലായിരുന്നു, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഞാൻ എൻജിനീയറിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. എൻജിനീയറിങ്ങിന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോളേജ് ഓഫ് എൻജിനീയറിംഗ് തൃക്കരിപ്പൂർ ചീമേനി എന്ന സ്ഥലത്തായിരുന്നു. അതായത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജായിരുന്നു. അവിടെയായിരുന്നു ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ 2 വർഷത്തോളം ഏകദേശം ഞാൻ മറ്റൊരു ഫീൽഡിലായിരുന്നു, അതായത് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ. മാത്തമാറ്റിക്സുമായിട്ട് ഭയങ്കര എനിക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നായിരുന്നു. 10ാം ക്ലാസ്, +1 +2, പിന്നെ അതുപോലെ IIT എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 16 ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഞാൻ പിന്നീട് ഒരു IT കമ്പനിയിലേക്ക് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ 16 ലാസ്റ്റ് ആകുമ്പോൾ IT കമ്പനിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ 3 മാസം മാത്രമേ ഞാൻ അവിടെ ഇൻറ്റേണായി വർക്ക് ചെയ്തുള്ളൂ. അന്നേരമാണ് എനിക്ക് തോന്നുന്നത് മാസ്റ്റേഴ്സ് എടുക്കാം, കാരണം വിദ്യാഭ്യാസമാണ് മെയിൻ എന്ന് പറയുന്നത്. ജോലി നമുക്ക് രണ്ടാമതും ചെയ്യാം. വിദ്യാഭ്യാസം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം സ്പെഷ്യലൈസ് ചെയ്യുന്നു, അത് വലിയൊരു കാര്യമാണ്. നമുക്കൊരു പറ്റുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് പോകുന്നത്, മണിപ്പാലിലേക്ക്. അവിടെ ഞാൻ ഫസ്റ്റ് ഇയർ മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇയർ നമുക്ക് ഇൻറ്റേൺഷിപ്പാണ്. നോർമലി നമുക്ക് എവിടെ വേണമെങ്കിലും പല യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ കമ്പനികളിലോ പോവാം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒരു കമ്പനിയുടെ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഖത്തറിലേക്ക് ഇൻറ്റേൺഷിപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്. ഖത്തറിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഖത്തറിൽ വന്നിട്ട് 7 വർഷമായി. അപ്പോൾ ഖത്തറിൽ ഞാനൊരു 4 മാസത്തെ ഇൻറ്റേൺഷിപ്പിനായിരുന്നു ആദ്യം വന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ തന്നെ വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. നേരത്തെ പറഞ്ഞ സെയിം പ്രൊഫസറുടെ കീഴിൽ തന്നെ അവരുടെ റിസർച്ച് ലാബിൽ AI ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ റിസർച്ച് ലാബിനകത്തായിരുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുണ്ടായത്. അങ്ങനെ ഞാൻ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ തന്നെ എനിക്ക് ജോലി കിട്ടി റിസർച്ചറായിട്ട്. ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതിനുശേഷം കൊറോണയൊക്കെ വന്നു. അങ്ങനെ നാട്ടിൽ കുറച്ച് കാലം കുടുങ്ങി. പിന്നെ വീണ്ടും ഇവിടത്തേക്ക് ഇവർ വിളിച്ച് തിരിച്ചു വരികയായിരുന്നു. പിന്നെ ഞാൻ 2020 ഞാൻ ശരിക്കും PhDക്ക് ജോയിൻ ചെയ്തത്. പക്ഷേ കൊറോണ കാരണം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ 2021 ഞാൻ PhD സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു പ്രൊജക്റ്റിലായിരുന്നു ഞാൻ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായത്. എന്തായാലും ജയകാന്തിൻ്റെ റിസർച്ചിൽ ഏറ്റവും എനിക്ക് ആകർഷണീയമായി തോന്നിയത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. തുടർന്ന് അങ്ങോട്ടും ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയ ഗവേഷണങ്ങൾ നടത്താൻ സാധിക്കട്ടെ, വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1.